ആഹാ, ഈ സാധനം നാളെയും ഇതുപോലെ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഇച്ചിരി ഒന്ന് തണുപ്പ് കിട്ടിയേനെ. ഇത് അമ്മമ്മ കയറി വരുന്നു. ഇടിയത്ത് തന്നെ കയറി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന അമ്മമ്മ. ഈ മഴയുണ്ടല്ലേ ഇത്, അല്ലെങ്കിൽ രാത്രി മുഴുവനും ഇതുപോലെ പെയ്യണം. ഇതുപോലെ പെയ്താൽ നാളെ ഇച്ചിരി ചൂടെങ്കിലും കുറഞ്ഞു കിട്ടും. അതാണ് അവസ്ഥ. ഇനി നമ്മൾ എന്തിനായാലും വീഡിയോ എടുക്കാൻ പോവില്ലേ? വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ താണ്ടെ ഈ സ്വിച്ച് അങ്ങോട്ട് നിൽക്കുക, ലൈറ്റ് കത്തി. ഇനി നമ്മൾ പോയി വീഡിയോ എടുക്കുക. പ്രത്യേകിച്ച് സ്റ്റുഡിയോ ഇല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും വേണ്ടല്ലോ ഗായ്സ്. നമ്മളെ സൊസൈറ്റിയിൽ 3 തരം ആൾക്കാരുണ്ട്. 1, നല്ല കാര്യങ്ങൾ പിടിക്കുന്നവർ. 2, നല്ല കാര്യങ്ങൾ അവർക്ക് പിടിക്കില്ല, മോശം കാര്യങ്ങൾ കണ്ടാൽ അവർ അപ്പോഴേ റിയാക്ട് ചെയ്യും. എടാ എന്തടാ അങ്ങനെ ആയിപ്പോയെ, എന്തടാ ഇങ്ങനെ ആയിപ്പോയെ എന്ന് പറഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും. 3, ഇത് രണ്ടുമല്ല എന്നാൽ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുന്നവർ. ഇത് ആദ്യമേ പറയാനുള്ളതായിരുന്നു. ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പം, ഈ നമുക്കിപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു. അപ്പം നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ കുറയും, എടാ നിന്നെക്കാര്യം പഠിക്കുന്നവനല്ലായിരുന്നു അവൻ, പിന്നെ എന്തുകൊണ്ടാടാ നിനക്ക് മാർക്ക് കുറഞ്ഞതെന്നൊക്കെ നമുക്കറിയാവുന്ന, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഉള്ള ജംഗ്ഷൻ വരെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഭയങ്കര അടുത്തറിയാവുന്നവരായിരിക്കും. അവരൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും, മാമ ഇന്നതാണ് കാര്യം, എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മളങ്ങ് പറയും. പക്ഷേ പ്രശ്നമൊന്നുമല്ല, ഈ നമ്മൾ പോലും അറിഞ്ഞുകൂടാത്ത നമ്മളെ ബന്ധുക്കൾ വിളിക്കും. എടാ നീ ഇന്ന ആളുടെ മോനല്ലേ, നീ എന്തടാ, എനിക്ക് നിന്നെ നേരത്തെ അറിയായിരുന്നു, നീ 10-ലല്ലേ പഠിച്ചേ, അല്ലെങ്കിൽ നീ +2-ലല്ലേ പഠിച്ചേ, എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര മാർക്കുണ്ട്, എൻ്റെ മോന് ഫുൾ A+ ഉണ്ട്, മോന് ഫുൾ A+ ഉണ്ടോ എന്ന് പറഞ്ഞ് വിളിക്കുന്നവന്മാരും ഉണ്ട്. അത് നമുക്ക് ഒരു പരിചയം കാണൂല, ആ ബന്ധുക്കളാ ഒരു പരിചയം കാണൂല, പക്ഷേ എടുത്ത് വിളിക്കും. എടാ ഇന്ന ആളുടെ മോനല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് പിന്നെ താരതമ്യപ്പെടുത്തി അവനെ ഭയങ്കര ഒരങ്ങ് തരം താഴ്ത്തുന്ന രീതിയിൽ അവനെ മാർക്ക് കുറഞ്ഞതിന് കളിയാക്കി അവനെ ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തിക്കും ആൾക്കാർ. ഞാൻ ഈ പറയാനുള്ളതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നാൾക്ക് കേട്ടൊരു വാർത്തയാണ്. അതായത് പരീക്ഷാ ഫലത്തെ പേടിച്ചുകൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അതായത് ആ കൊച്ചു എഴുതി വെച്ച്, പരീക്ഷാ ഫലത്തെ ഭയന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന്. സത്യതാണോ എന്തോ, പൊതുവെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ 10, +2 ഇതുപോലുള്ള സമയങ്ങളിലെല്ലാം, അതായത് ഇതുപോലുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് പൊതുവെ ടെൻഷനാവും. ഈ അയ്യോ മാർക്ക് കുറഞ്ഞതിന് നാട്ടുകാരെന്തൊരു വിചാരിക്കും, വീട്ടിൽ കയറ്റുമോ, ചിലവന്മാർ നാട് വിടാൻ പോകും. നാട് വിടാൻ പോണവർ അതിൽ നിന്നും ഭേദമാണ്. പിന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ചിലപ്പോൾ മാർക്ക് കൂടാൻ മാർക്ക് കുറയാം, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഈ 10-ലെ മാർക്ക് കൊണ്ട് നമുക്ക് +1 +2 പഠിക്കാൻ ഒരു നല്ല സ്കൂളിൽ കിട്ടും. ഈ +2-ൻ്റെ മാർക്ക് കൊണ്ട് നമുക്ക് നല്ലൊരു കോളേജിൽ പഠിക്കാനുള്ള അവസരം കിട്ടും. മാർക്ക് കുറഞ്ഞ ആ അവസരം പോകും. പഠിക്കണമെന്ന് വെച്ച് പഠിച്ചാൽ പഠിക്കാം. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 10-ൽ എനിക്ക് വലിയ മാർക്കൊന്നുമില്ല. അതായത് നമുക്ക് പരീക്ഷയില്ലായിരുന്നു, അതുകൊണ്ടാണ്. ആരെയും കുറ്റം പറയാനും പറ്റില്ല. പിന്നെ +2-ൽ എനിക്ക് +1 +2 CPHS കുറ്റിക്കാട് അവിടെയാണ് കിട്ടിയത്. ഞാൻ പഠിച്ചു. ഫസ്റ്റ് ഇയർ നല്ലോണം പഠിച്ചു. സെക്കൻഡ് ഇയർ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. സാമാന്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു മാർക്ക് കൊണ്ടാണ് ഞാൻ പാസ്സായത്. എനിക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ കാര്യം. എടാ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാതിരിക്കരുത്. മറ്റുള്ളവർ പലതും പറയും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം തന്നെ ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം നോക്കിയാൽ അടുത്ത കോഴ്സ് സെലക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ ഊപ്പാട് വന്ന് വീട്ടിൽ ഇരിക്കാനേ പറ്റൂ. ഉള്ള കാര്യം ഞാൻ പറയാം.
മറ്റുള്ളവർ പുറത്തുള്ളവർ പലതും പറയും, കളിയാക്കുകയും ചെയ്യും. അത് കേട്ട് ചിരിച്ചങ്ങ് തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. അല്ലാതെ വെറുതെ ചുമ്മാ അത് ഓർത്ത് ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ കയറി കുത്തിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. തുറന്നു പറയാലോ, ഒരു കാര്യമില്ല. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ.